നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് മറ്റൊരു IPO വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന അബാൻ ഗ്രൂപ്പിലെ കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. 102.6 കോടി രൂപയാണ് അവർ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ബാക്കി 243 കോടി രൂപ ഓഫർ ഫോർ സെയിലായിട്ട് അവരുടെ പ്രൊമോട്ടർ സെല്ല് ചെയ്യുന്നതാണ്. അങ്ങനെ 345.6 കോടി രൂപയാണ് ഇവരുടെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. ഡിസംബർ 12 മുതൽ 15 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയുടെ IPO ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അബാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ഇത് 2009 ബോംബെ ആസ്ഥാനമായിട്ട് രൂപം കൊണ്ട കമ്പനിയാണ്. ഫിനാൻഷ്യൽ കമ്പനിയാണ്, ഫിനാൻഷ്യൽ സർവീസസ് ആണ് പ്രധാന പ്രവർത്തനം. NBFC ഉണ്ട്, പിന്നെ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് ഇൻ ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച്, പിന്നെ പ്രൈവറ്റ് ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഡെപ്പോസിറ്ററി സർവീസസ്, അസറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസസ് ടു കോർപ്പറേറ്റ്സ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് HNI ക്ലയൻസ്. ഇതെല്ലാം ചേർന്നതാണ് അബാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പ്രധാനമായിട്ട് ഫിനാൻസ് ബിസിനസ്സാണ്. അത് RBIയുടെ കീഴിലുള്ള NBFC, RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള NBFCയുടെ പ്രവർത്തനം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്നുള്ള ലെവലിലുള്ള പ്രവർത്തനങ്ങൾ. നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFC ആണ്. അതുകൂടാതെ അടുത്തത് ഏജൻസി ബിസിനസ് എന്ന് പറയാം. ഏജൻസി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ബിസിനസ്സാണ്. അതിൽ പ്രധാനമായിട്ട് NSEയിലും BSEയിലും അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. കൂടാതെ MSCI, MCX, NCDX, പിന്നെ ICEX തുടങ്ങിയിട്ടുള്ള കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളിലും മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണിത്. അടുത്തതായിട്ട് പറയുന്നത് ക്യാപിറ്റൽ ആൻഡ് അതർ ബിസിനസ് എന്നുള്ള ഗ്രൂപ്പാണ്. അതിൽ പ്രധാനമായിട്ട് ഇന്റേണൽ ട്രഷറി ഓപ്പറേഷൻസ് ആണ് കമ്പനി നടത്തുന്നത്. കമ്പനിയുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യക്ക് പുറമെ ഹോങ്കോങ്, UK, UAE, ചൈന, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വളരെ ആക്റ്റീവായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. ഫ്രഷ് ഇഷ്യൂ വഴി കിട്ടുന്ന 102.6 കോടി രൂപ ഇവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന അവരുടെ അബാൻ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFCയുടെ ക്യാപിറ്റൽ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ മറ്റുള്ള ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസിനും എല്ലാം വേണ്ടിയിട്ട് ആ 102.6 കോടി രൂപ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് കമ്പനി അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. കമ്പനിയുടെ പ്രൊമോട്ടർ അഭിഷേക് ബൻസാൽ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 18 വയസ്സിൽ തന്നെ ഫിനാൻഷ്യൽ സർവീസസ് രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരു യുവ സംരംഭകനാണ്. അത് ഈ കമ്പനിയുടെ ഫൗണ്ടർ, ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും അദ്ദേഹമാണ്. 100% ഓഹരിയും ഇഷ്യൂവിന് തൊട്ട് മുമ്പ് പ്രൊമോട്ടറുടെ കൈവശമാണ്. ഇഷ്യൂ കഴിയുമ്പോൾ 83.25% ആയിരിക്കും ഈ പ്രൊമോട്ടറുടെ കൈവശം ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് അബാൻ ഹോൾഡിംഗ്സിൻ്റെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്കൊന്ന് നോക്കാം. 2019 റവന്യൂ ആണിത്. 4371.39 കോടി രൂപയാണ് 2019 അവരുടെ വരുമാനമെങ്കിൽ അടുത്ത വർഷമായപ്പോൾ 2765.21 കോടി എന്നുള്ള ലെവലിലേക്ക് അത് താന്നിരിക്കുകയാണ്. 2021 ആയപ്പോൾ വീണ്ടും റവന്യൂ 1325.51 എന്നുള്ള ലെവലിലേക്ക് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. അത് 2022 ആയപ്പോൾ 638.63 എന്നുള്ള ലെവലിലേക്ക് വീണ്ടും ഒരു ഇടിവാണ് കാണിക്കുന്നത്. ഇത് പുതിയ ധനകാര്യ വർഷത്തെ 5 മാസത്തെ ആദ്യത്തെ 5 മാസത്തെ കണക്കുകളാണ് ഈ കാണുന്നത്. ഇത് എക്സ്പെൻസ് കോളമാണ്. നെറ്റ് പ്രോഫിറ്റ് നോക്കൂ. കമ്പനിയുടെ അറ്റാദായത്തിൽ 2019 42.03 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത വർഷമായപ്പോഴത്തേക്കും 34.83 കോടി രൂപയുടെ നെറ്റ് ഇൻകമാണ് കമ്പനിക്ക് ഉണ്ടായത്. അവിടെ ഒരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ 2021 ആയപ്പോഴത്തേക്കും പ്രോഫിറ്റിൽ, കമ്പനിയുടെ ലാഭത്തിൽ 41.9 എന്നുള്ള ലെവലിൽ ഒരു വർധനവുണ്ടായി ലാഭം. അത് ലാഭം വീണ്ടും 2022 ആയപ്പോഴത്തേക്ക് 56.88 ആയിട്ട് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു.
ഇത് ഈ 5 മാസത്തെ കണക്കുകളാണ്, പുതിയ വർഷത്തെ 27.28 എന്നുള്ളത്. ഇനി അടുത്തതായിട്ട് മാർജിൻ പെർസെൻറ്റേജ് നോക്കൂ. 0.96%. ഇവിടെ അടുത്ത 2020 1.26%. ഇവിടെ 2021 3.16%. അടുത്ത വർഷം വീണ്ടും ഉയർന്നിരിക്കുകയാണ് 8.91%. ഇവിടെ 9.58%. അപ്പോൾ നെറ്റിംഗ്, അതായത് ലാഭം വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 34.83 2020 ഒരു കുറവ് സംഭവിച്ചെങ്കിൽ പിന്നീട് തുടർന്ന് നല്ല ലാഭം ആണ് കാണിക്കുന്നത്. എന്നാൽ റവന്യൂവിൻ്റെ കാര്യത്തിൽ നിരന്തരമായിട്ട് ഇടിവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഭാസമാണ് കമ്പനിയുടെ ധനകാര്യ കണക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ 2022 കണക്ക് വെച്ച് EPS 13.37, PE റേഷ്യോ 19.15, 20.19, പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 9.01%, NAV 136.17 പെർ ഷെയർ. പിന്നെ ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് നമുക്ക് പറയാവുന്നത്, എനിക്ക് തോന്നുന്നു എഡിൽവൈസ് ഫിനാൻഷ്യൽ സർവീസസ്, ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ ചോയ്സ് ഇന്റർനാഷണൽ, അങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. രജിസ്ട്രാർ ഈ കമ്പനിയുടെ ബിഗ് ഷെയർ സർവീസസും ആര്യമാൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡുമാണ്. ഇനി നമുക്ക് അബാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡിൻ്റെ IPO ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. IPO ഡേറ്റ് 12 മുതൽ ഡിസംബർ 12 മുതൽ 15 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അതുപോലെ പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത് 256 രൂപ മുതൽ 270 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ്. പിന്നെ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് 38 lakhs ഷെയർസ് ആണ്. അപ്പോൾ അതുവഴി സ്വരൂപിക്കാൻ ഉദ്ദേശിക്കുന്നത് 102.6 കോടി രൂപയാണ്. അതുപോലെ ഓഫർ ഫോർ സെയിലായിട്ട് കമ്പനി വിറ്റഴിക്കുന്നത് 90 lakhs ഷെയർസ് ആണ്. അതുവഴി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് റേസ് ചെയ്യുന്നത് 243 കോടി രൂപയാണ്. അങ്ങനെ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ 1,28,00,000 ഓഹരികൾ വരും. ഒരു ലോട്ട്, ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 55 ഓഹരികളാണ്. 55 ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ. കമ്പനിയുടെ ഫേസ് വാല്യൂ 2 രൂപയാണ്. 35% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകളിലേക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് ഡിസംബർ 20 വരും. റീഫണ്ട് 21 ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്നത് ഡിസംബർ 22. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഡിസംബർ 23 ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയമുള്ളവരോട് പറയാനുള്ളത്, ഇതൊരു ഫിനാൻഷ്യൽ കമ്പനിയാണ്. ഫിനാൻഷ്യൽ കമ്പനി ആണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു വരികയും റവന്യൂ വളരെ കുറഞ്ഞു വരികയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ലിസ്റ്റിംഗ് സമയത്ത് തന്നെ ഒരു ഗെയിൻ കിട്ടാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അബാൻ ഹോൾഡിംഗ്സ് ലിമിറ്റഡിൻ്റെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഈ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ ഇടാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മടിക്കരുത്. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.